നമസ്തേ, ജനൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിൽ ഹിന്ദു വിരുദ്ധ നിലപാടുകൾ കടുപ്പിക്കുകയാണ് ഇടക്കാല സർക്കാർ. ദുർഗാപൂജ നിർത്തിവെക്കാൻ ഹിന്ദു സമൂഹത്തോട് മുഹമ്മദ് യൂനിസ് സർക്കാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. നിസ്കാര സമയങ്ങളിൽ പൂജ പാടില്ല എന്നും നിർദ്ദേശം വന്നിട്ടുണ്ട്. ക്യാമ്പസുകളിൽ ഇസ്ലാം ഇതര മതസ്ഥരായ അധ്യാപകർ രാജിവെക്കുന്ന പ്രവണത വർദ്ധിക്കുന്നു. ഹൈന്ദവ ബുദ്ധ ക്ഷേത്രങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെടുകയാണ് അവിടെ. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഷെയ്ഖ് ഹസീന രാജിവെച്ചതോടെ നിലവിൽ വന്ന ഇടക്കാല സർക്കാർ താലിബാനിസം നടപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്ന വാദം ഇതോടെ ശക്തമാണ്. പൂജ മുടക്കാൻ പാവ സർക്കാരും. ജനൻ ഡിബേറ്റിലേക്ക് അതിഥികൾക്കും പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ RV ബാബു, മാധ്യമപ്രവർത്തകൻ ശ്രീ O അബ്ദുള്ള, കോൺഗ്രസ് പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബി എന്നിവരാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബുവിലേക്ക് പോകാം. കാരണം പീഡനം നേരിടുന്നവ സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം. ഈ ന്യൂനപക്ഷ വേട്ട എന്നുള്ള വാക്കിന് ആഗോളതലത്തിൽ തന്നെ വളരെയധികം പ്രാധാന്യവും പിന്തുണയുമാണ് കിട്ടുന്നത്. അത് ഭാരതത്തിലായാലും ഏത് രാജ്യത്തായാലും അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ കിട്ടുകയും വേണം. ന്യൂനപക്ഷങ്ങൾ അങ്ങനെ ആക്രമിക്കപ്പെടുന്ന രീതി ശരിയല്ല. പക്ഷെ ബംഗ്ലാദേശിൽ ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ, അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദു വിഭാഗമാണ് പ്രധാന ന്യൂനപക്ഷം, ബുദ്ധമതക്കാരുണ്ട്, ക്രൈസ്തവരുണ്ട്, അവിടെ വ്യാപകമായി ഹിന്ദു ക്ഷേത്രങ്ങൾ, ബുദ്ധക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു. അവരുടെ ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു. ഇങ്ങ് ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് ഇവിടെ ന്യൂനപക്ഷ പ്രേമം രാവിലെയും ഉച്ചയ്ക്കും പാതിരാത്രിക്കുമെല്ലാം വിളിച്ചു പറയുന്ന പാർട്ടികൾ എന്തുകൊണ്ടാണ് RV ബാബു മൗനം പാലിക്കുന്നത്? ന്യൂനപക്ഷ പ്രേമത്തിൻ്റെ കാര്യത്തിൽ ബംഗ്ലാദേശിലെ കാര്യം വരുമ്പോൾ എന്താണ് ഇവരുടെ വായടഞ്ഞു പോകുന്നത്? ശ്രീ RV ബാബു. അത് വളരെ കൃത്യമാണല്ലോ. നമുക്ക് വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. സാമാന്യ ബോധമുള്ള എല്ലാവർക്കും, സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും ഇന്ത്യയുടെ സാഹചര്യത്തില്, പ്രത്യേകിച്ച് കേരളത്തിന്റെ സാഹചര്യത്തില് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, അവിടെ ഹിന്ദുക്കളായ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോഴേ അതിന്റെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോ അവിടെ ആക്രമണത്തിന് ഇരയാകുന്നത് ഹിന്ദുക്കളായ ന്യൂനപക്ഷങ്ങളാണ്, അല്ലെങ്കിൽ ബൗദ്ധരായ ന്യൂനപക്ഷങ്ങൾ ആണ്. വളരെ മൈക്രോസ്കോപ്പിക് ന്യൂനപക്ഷമാണ് അവിടെ ബൗദ്ധര്, ക്രൈസ്തവരെന്നൊക്കെ പറഞ്ഞത്. ഏകദേശം 8% ആണ് അവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യ. അപ്പോ ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെടുന്നത് ഹിന്ദുക്കളാണ്, അവർ ന്യൂനപക്ഷങ്ങളാണ് എന്നുള്ളതിന്റെ ഒരു പ്രിവിലേജും ഒരു ബെനിഫിറ്റും അവർക്ക് കൊടുക്കാൻ പാടില്ല. കാരണം അവർ ഹിന്ദുക്കളായതോടുകൂടി അവർ കൊല്ലപ്പെടേണ്ടവരാണ്. അവർക്ക് വേണ്ടി ശബ്ദിക്കാനായിട്ട്, അവരോടൊപ്പം നിൽക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാവില്ല. ഇപ്പൊ നോക്കൂ, ഈ കോൺഗ്രസ് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷിയാണ്. കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട് കോൺഗ്രസിനകത്ത്. അവര് ഇപ്പോ ഇസ്രായേലിലെ വംശഹത്യക്കെതിരെ അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊലകൾക്കെതിരെ ഒക്കെ കേരളത്തിൽ വമ്പൻ പൊതുയോഗങ്ങളും പരിപാടികളൊക്കെ നടത്തും. പക്ഷേ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് ഒരു വരി പ്രസ്താവന, അതും ആരാണ് ആക്രമിക്കുന്നത് എന്ന് പോലും പറയില്ല. അവിടെ ആരുടെ അക്രമത്തിന് ആരാണ് വിധേയരാകുന്നത് എന്ന് പോലും പറയാത്ത തരത്തിൽ ഒരു ശക്തമായ പ്രസ്താവന പോലും, എന്നാൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിൽ എന്തൊക്കെയോ പറഞ്ഞു എന്ന് വരുത്തുക, ഒരു പ്രതിഷേധം രേഖപ്പെടുത്തി എന്ന് വരുത്തുക എന്നുള്ള നിലയ്ക്കുള്ള പ്രസ്താവനകൾ ചില കോൺഗ്രസ് നേതാക്കന്മാരെ നടത്തിയെന്ന് ഒഴിച്ചാൽ, അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ഒരു പ്രസ്താവന നടത്തി. ആ പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവനയിൽ ആരാണ് ആക്രമിക്കുന്നതെന്ന് അവരും പറഞ്ഞിട്ടില്ല. അവിടെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന് ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു എന്ന് ഒഴിച്ചാൽ, ഒരു മെഴുകുതിരി കത്തിക്കലോ ഒരു തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കലോ ഒന്നും നമ്മൾ കണ്ടില്ല. കാരണം വളരെ വ്യക്തമാണ്, ആക്രമിക്കപ്പെടുന്നത് ഹിന്ദുക്കളാണ്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഇപ്പോ ക്രൈസ്തവര് പോലും ന്യൂനപക്ഷത്തിന്റെ പട്ടികയിൽ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ന്യൂനപക്ഷത്തിന്റെ പട്ടികയിൽ ബൗദ്ധരില്ല, ന്യൂനപക്ഷത്തിന്റെ പട്ടികയിൽ സിഖുകാരില്ല. സിഖുകാര് ന്യൂനപക്ഷത്തിന്റെ പട്ടികയിൽ ചില സമയത്ത് പെടും. അവരിപ്പോ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയ സമയത്ത് പറഞ്ഞില്ലേ, സിഖുകാര് അമേരിക്കയിലെ യോഗത്തിൽ പോയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ സിഖുകാർക്ക് ഗുരുദ്വാരയിൽ പോകാൻ പറ്റുന്നില്ല, ടർബൻ ധരിക്കാൻ പറ്റുന്നില്ല, കൃപാൻ ധരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് അഖിലേന്ത്യാ തലത്തിൽ സിഖുകാരുടെ ഉള്ളിൽ ഒരു BJPക്കെതിരെയോ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഒരു ഐഡിയക്കെതിരോ ആയിട്ട് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ചില സങ്കല്പങ്ങളാണ്, നരേറ്റീവുകളാണ്.
ആ നെരേറ്റീവിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി അവിടെ പോയി പറഞ്ഞത്. പക്ഷെ ഇന്ത്യയിൽ വെച്ച് രാഹുൽ ഗാന്ധി സിഖുകാരിങ്ങനെ അന്യവൽക്കരിക്കപ്പെടുന്നുവെന്നോ അവർ ഈ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നോ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല. വളരെ ആസൂത്രിതമാണ്. അതായത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം ജനവിഭാഗമാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങൾ എന്നുള്ള നിലയ്ക്ക് വരുന്ന സമയത്ത് മാത്രമാണ് ഇവരുടെ ഒക്കെ വായി തുറക്കുക. ഹിന്ദുക്കൾക്ക് വേണ്ടി ഇവരാരും സംസാരിച്ച ഒരു സന്ദർഭവും നാളിത് വരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. നാളിത് വരെ അത് എന്തിന് മലബാർ മാപ്പിളകളുടെ വിഷയം വന്നാലും, അല്ലെങ്കിൽ മാറാട് കൂട്ടക്കൊലയുടെ പ്രശ്നം വന്നാലും, ഈ ബംഗ്ലാദേശ് കൂട്ടക്കൊലയുടെ പ്രശ്നം വരുമ്പോഴും ഒന്നും ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാനേ ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരും തയ്യാറല്ല. നോക്കൂ, 2013 മുതൽ 8 വർഷക്കാലത്തെ ഒരു കണക്ക് 2021 ബംഗ്ലാദേശിലെ അവിടത്തെ ഹ്യൂമൻ റൈറ്റ്സ് സംഘടന എയിം ഓ സാലിഷ് കേന്ദ്ര എന്ന് പറഞ്ഞിട്ടാണ്, ASK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു ബംഗ്ലാദേശിലെ ഒരു പ്രമുഖ മനുഷ്യാവകാശ സംഘടനയുണ്ട്. അവർ പുറത്തുവിട്ട ഒരു കണക്കിൽ 8 വർഷത്തെ കണക്കാണ്. അവർ പറഞ്ഞത് 3600ഓളം, അതായത് 2013 മുതൽ 2021 വരെ. നമ്മൾ മനസ്സിലാക്കണം, ആ സമയത്ത് പോലും ഈ ഹിന്ദുക്കൾ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന ആവാമി ലീഗ്, അതിന്റെ പ്രസിഡന്റ് ഹസീന, അവരാണ് ഭരിക്കുന്നത്. അവരുടെ ഭരണത്തിൽ പോലും നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. 3600 ആക്രമണങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ നടന്നിട്ടുണ്ടെന്നാണ്. 3600 ആക്രമണങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ നടന്നു. 1670 കേസുകൾ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. അതായത് ഷെയ്ഖ് ഹസീന ഭരിക്കുന്ന സമയത്ത് പോലും അവരാണ് കുറച്ചുകൂടി ഒരു സിമ്പത്തറ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാട് അവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് എടുത്തത് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അതെ, ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് തന്നെയാണ്. RV ബാബു പറഞ്ഞതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് എല്ലാ കാലത്തും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അക്രമങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഇത്തരത്തിൽ വ്യാപകമായി അവരുടെ ആരാധനകൾ തടസ്സപ്പെടുത്തുമ്പോൾ, അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ തച്ചു തകർക്കുമ്പോൾ, ആ വിഭാഗത്തിൽപ്പെട്ടവർ കൊല്ലപ്പെടുമ്പോഴൊക്കെയാണ് ഇത് വ്യാപകമായിട്ട് അവരുടെ രാജ്യത്തിന് പുറത്തേക്ക് ചർച്ച ചെയ്യുന്നത്. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് നമുക്ക് O അബ്ദുള്ളയിലേക്ക് വരാം. അദ്ദേഹം ശ്രീ O അബ്ദുള്ള, ഷെയ്ഖ് ഹസീനയുടെ കാലത്ത്, ഇവിടെ RV ബാബു പറഞ്ഞു നിർത്തുന്നത് അവിടെയാണ്. ഷെയ്ഖ് ഹസീന ഭരിച്ച കാലത്ത് ന്യൂനപക്ഷങ്ങൾ ഇത്രമാത്രം വേട്ടയാടപ്പെട്ടിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്, അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യവുമാണ്. പക്ഷേ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ ഭരണം അവസാനിച്ചിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് കൂടി താല്പര്യമുള്ള ഒരു ഭരണ സംവിധാനം അതവിടെ വന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് അവിടുത്തെ ന്യൂനപക്ഷമായിരിക്കുന്ന ഹിന്ദുക്കളുടെ നേരെ അക്രമം നടത്തുന്നത്. അവരുടെ ദുർഗാപൂജ നടത്താൻ പാടില്ല, നിസ്കാര സമയത്ത് ദുർഗാപൂജ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ. അത് മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണ്, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ നമ്മുടെ കൺമുന്നിൽ ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലമുണ്ട്. ആ കാലത്ത് കാണാത്ത ഒരു കാര്യം ഇപ്പോൾ നടക്കുമ്പോൾ അവിടെ താലിബാനിസം നടപ്പാക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ബംഗ്ലാദേശിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കാൻ പറ്റുമോ? ശ്രീ O അബ്ദുള്ള. താങ്കളുടെ ചോദ്യത്തിന് നേർക്കുനേരെ മറുപടി പറയുന്നതിന് മുമ്പ് എൻ്റെ മുമ്പ് സംസാരിച്ച വ്യക്തി, അദ്ദേഹത്തെ പോലെയുള്ളവരോട് പറയാനുള്ളത്, ഞാനൊരു 10-30-40 വർഷക്കാലം പത്ര ഓഫീസുകളിൽ ജോലി ചെയ്ത ആളാണ്. ഇതിന് ചില രീതികളുണ്ട്. ഈ കലാപങ്ങളെ സംബന്ധിച്ച് രണ്ട് സമുദായങ്ങൾ തമ്മിൽ സംഘടനകൾ ഉണ്ടാകുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് സർവാംഗീകൃതമായ കൃത്യമായി പാലിക്കേണ്ടതായ ചില മര്യാദകളുണ്ട്. അതായത് രണ്ട് സമുദായങ്ങൾ തമ്മിൽ സംഘടനത്തിലേർപ്പെട്ടാൽ സമുദായങ്ങളുടെ പേര് പറയാതിരിക്കുക എന്നത് ഇപ്പോൾ മാത്രമുണ്ടായ ഒരു സംഭവമല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അത് വലിയൊരു തീപ്പൊരിയായി കൂടുതൽ സംഭവങ്ങളിലേക്കും തീ ആളിക്കത്താനും പടരാനും കലാപങ്ങളിൽ നിന്ന് ഒരിക്കലും മോചനം ലഭിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് മാധ്യമങ്ങൾ പൊതുവെ പാലിക്കുന്ന ഒരു മര്യാദയാണ് ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അല്ലെങ്കിൽ ഇരുഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ എന്നൊക്കെയുള്ള വാചകം ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ പത്രം സെൻസർ ചെയ്യപ്പെടുകയും നിർവഹിക്കപ്പെടുകയും ചെയ്യും. അത് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം ഇദ്ദേഹത്തിന് ബോധം വരിക. ഇടപെട്ട് ഞാൻ സംസാരിച്ചതിന് താങ്കൾക്ക് അറിയാം. ഗുജറാത്ത് കലാപം നടന്നു. ഒരു യുവതിയുടെ വയറിൽ നിന്ന് ഭ്രൂണം കുട്ടിയെടുത്ത് തീക്കുണ്ടത്തിലേക്ക് എറിഞ്ഞു. ആ യുവതിയുടെ പേരും കുട്ടിയുടേതും എല്ലാം കൂടി വിവരിക്കുകയാണെങ്കിൽ ഇവിടെ കലാപങ്ങൾ ഒതുങ്ങുകയില്ല. അപ്പൊ ഇതിന് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന അത് ഒരു മറുഭാഗത്ത് ഇപ്പൊ ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങളാണ് മർദ്ദിക്കപ്പെടുന്നത് എന്ന ഒറ്റ കാരണത്താൽ പറഞ്ഞോളൂ. അപ്പൊ എല്ലായിടത്തും പാലിക്കപ്പെടുന്ന ഒരു മര്യാദ. താങ്കളൊന്നും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു താങ്കൾ പറഞ്ഞോ? താങ്കൾ സംസാരിക്കാൻ മുണ്ടിയോ?
അബ്ദുള്ള തുടരാം. അബ്ദുള്ള ആബി ബാബു അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറഞ്ഞതിന് ശേഷം പറയാം. പറഞ്ഞോളൂ. അബ്ദുള്ള തുടരാം. അയാളോട് ഉണ്ടായിരിക്കാൻ പറയും. അയാൾ പറഞ്ഞ വിഡിത്തത്തിനൊക്കെ എനിക്ക് മറുപടി ഉണ്ട്. അയാളോട് എന്നോടല്ല, അയാളോട് ഉണ്ടായിരിക്കാൻ പറയും, ബാബുവിനോട്. അപ്പോൾ ഇതിനൊരു രീതിയുണ്ട്. ഈ പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ റിപ്പോർട്ടിങ്ങിന് ശൈലിയുണ്ട്. എന്നല്ലാതെ ഇവിടെ ഹിന്ദുക്കളെ എന്തെങ്കിലും ഇതാക്കണം, അങ്ങനെ പത്രപ്രവർത്തനം നടത്തുമ്പോൾ ഹിന്ദുക്കളുടെ പേര് വരുമ്പോൾ മാത്രം പറയണം, മറ്റൊരു പറയുന്നത് പറയാൻ പാടില്ല. അബ്ദുള്ളയുടെ ശബ്ദത്തിൽ ഒരു തടസ്സം നേരിടുന്നുണ്ട് ശ്രീ അബ്ദുള്ള. ഇപ്പൊ ഈ പറയുന്നതായ പ്രശ്നം, ആ ശബ്ദത്തിൽ, അങ്ങയുടെ ശബ്ദത്തിൽ ഒരു തടസ്സം നേരിടുന്നു. നമുക്ക് അബ്ദുള്ളയിലേക്ക് വരാം. അതിനു മുമ്പ്, ആ സംവിധാനം ശരിയാക്കുന്നതിന് മുമ്പ് പ്രൊഫസർ റോണി കെ ബേബി, നമ്മൾ ഈ കാണേണ്ടത് ശ്രീ അബ്ദുള്ള പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. ഈ ശ്രീ അബ്ദുള്ള കേൾക്കുന്നില്ല, അങ്ങ് പറയുന്നത് കേൾക്കുന്നില്ല. നമുക്ക് അതിൻ്റെ ഓഡിയോ ശരിയാക്കേണ്ടതുണ്ട്. അങ്ങയിലേക്ക് വരാം. അത് താങ്കളുടെ ചെവിന്റെ തകരാറാ. അങ്ങനെ അല്ല അബ്ദുള്ള, പറയാൻ പാടില്ല. ശരി, പറഞ്ഞോളൂ. പറഞ്ഞോളൂ, ശരിയാക്കിയിട്ട് സംസാരിച്ചാൽ മതി. പറഞ്ഞോളൂ. ഇപ്പോൾ കേൾക്കാം, പറഞ്ഞോളൂ. ഇപ്പൊ ഓഡിയോ ശരിയായി. അപ്പം ഇത് ഈ റിപ്പോർട്ടിങ്ങിന്റെ ഒരു രീതിയുണ്ട്. ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ആളിപ്പടരാതിരിക്കാൻ വേണ്ടി ഏത് സമുദായം, ഇപ്പോൾ ഗുജറാത്ത് കലാപത്തിന് ഞാൻ ഉദാഹരണം പറഞ്ഞു. ആ കലാപത്തിൽ ഗർഭിണിയുടെ വയറ്റിൽ നിന്ന് ആ ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിലെടുത്ത് തീക്കുണ്ടത്തിലേക്ക് കുത്തിയെറിഞ്ഞു ഇവിടുത്തെ ഹിന്ദുക്കൾ എന്നൊരു പത്രം റിപ്പോർട്ട് ചെയ്യില്ല, അവരാണ് ചെയ്തതെങ്കിലും. അതുപോലെ എത്രയെത്ര സംഭവങ്ങളാണ് ഇന്ത്യയിൽ നടന്നത്. ഈ ബംഗ്ലാദേശിൽ അവിടെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നു എന്ന സംഭവം, ഞാൻ അതിന് അങ്ങേയറ്റം എതിരാണ്. അത് ചെയ്യാനേ പാടില്ല. ദുർഗാപൂജ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിനെതിരാണ്. കാരണം മറ്റുള്ളവരുടെ ആരാധനകളെ തടയരുതെന്നുള്ളത് വിശുദ്ധ ഖുർആനിലെ വ്യക്തമായ വാചകമാണ്. ഖുർആൻ വളരെ നന്നായിട്ട് അക്കാര്യം പറയുന്നുണ്ട്. അങ്ങനെ വലൂലാ ദഫുല്ലാഹി നാസബഅദും ബിബഅദ്, ഖുർആൻ പറയാം, ജനങ്ങളെ അല്ലാഹു തആല തടുത്ത് നിർത്തിയിട്ടില്ലെങ്കിൽ ലഹുദ്ദിമത്ത് സ്വവാമിഉ, മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുമായിരുന്നു. എല്ലാവരുടെയും, ക്രിസ്ത്യാനികളുടെയും മറ്റുള്ളവരുടെയും അജ്ഞാനാരാധകരുടെയും എല്ലാ ആരാധനാലയങ്ങളും തകർക്കപ്പെടുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അത്തരത്തിലുള്ളതായ സംഗതികൾ ചെയ്യരുത് എന്നുള്ള വിശുദ്ധ ഖുർആനിലെ വചനമാണ്. അതിനെതിരെ അവിടെ ആരും പ്രവർത്തിച്ചിട്ട് ഇസ്ലാം അതിന് ഉത്തരവാദിയല്ല, മുസ്ലിങ്ങളും ഉത്തരവാദിയല്ല. ഇവിടെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, ബംഗ്ലാദേശിലുള്ള സംഭവം, അവിടെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു, ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു പറയുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഇത്തവണ മൂന്നാമത്തെ തവണ പിന്നെ മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം എത്രയെത്ര വീടുകളാണ് ബുൾഡോസറുകൾ കൊണ്ടെന്ന് തകർത്തത് മുസ്ലിങ്ങളുടെ. ഒരു ഇടത്ത് മാത്രം ഛത്തീസ്ഗഡ് 108 വീടുകൾ ബുൾഡോസറുകൾ കൊണ്ടുവന്ന് തകർത്തില്ലേ. അന്ന് എവിടെയാണ് നിങ്ങളൊക്കെ? നിങ്ങളതിനെപ്പറ്റി എന്തെങ്കിലും പ്രതികരിച്ചോ? അപ്പോൾ ഇന്ത്യക്കകത്തുള്ള ന്യൂനപക്ഷങ്ങൾ എന്തും ചെയ്യാം. ഇന്ത്യക്ക് പുറത്തുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അത് സ്വന്തം സമുദായത്തിൽപ്പെട്ടവരാണ് എന്നുള്ളവർക്ക് വലിയ വെപ്രാളവും വലിയ വേവലാതിയും വലിയ ആർത്തനാദവും. ഈ മനുഷ്യത്വത്തിലൂടെ ചിന്തിക്കാൻ കഴിയണം, ജാതിയിലൂടെയല്ല, മതത്തിലൂടെയല്ല. അത് എൻ്റെ സമുദായമാണ്, മുസ്ലിമാണ്, അല്ലെങ്കിൽ അത് എൻ്റെ സമുദായമാണ്, ഹിന്ദുവാണ് എന്നതിന് പകരം മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ളതായ ഇടമാണ് ഭൂമി. ഇവിടെ എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യത്തോടു കൂടി സൗകര്യത്തോടു കൂടി ജീവിക്കാനുള്ളതായ സംവിധാനം, അത്തരമൊരു കാഴ്ചപ്പാടാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്ന് ഞാൻ ചുരുക്കി പറയാം. അല്ല ശ്രീ അബ്ദുള്ള, അങ്ങ് പറഞ്ഞു, അങ്ങ് ഖുറാനിലെ വാചകം ഉദ്ധരിച്ചു പറഞ്ഞു, എല്ലാ മതങ്ങൾക്കും അവർക്കുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം, അങ്ങനെ മതങ്ങളെ അല്ലെങ്കിൽ വേറൊരു മതവിഭാഗത്തിൽപ്പെട്ടവരെ ആക്രമിക്കുന്ന രീതിയല്ല എന്ന്. എന്തുകൊണ്ട് എന്നിട്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള ബംഗ്ലാദേശിൽ പിന്നെ നടക്കുന്നത്? അവർ ഖുറാൻ വായിക്കാഞ്ഞിട്ടാണോ ഇങ്ങനെ നടക്കുന്നത്? അതിനെ അപലപിച്ച് ഇവിടെ ഇരുന്ന് അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. മുസ്ലിം ഭൂരിപക്ഷമുള്ള ആ രാജ്യത്ത് ഇത് നടക്കുന്നത്, അപ്പോൾ അത് അവർ ഖുറാൻ അനുസരിക്കാത്തത് കൊണ്ടാണോ അത് നടക്കുന്നത്? ശ്രീ അബ്ദുള്ള, അതുപോലത്തെ ഇതിനേക്കാൾ മനോഹരമായ വാചകങ്ങൾ ഇന്ത്യയിലെ പിന്നെ ഗീതയിലും അതുപോലുള്ള പുരാണങ്ങളില്ലേ? എന്നിട്ട് ഇവിടുത്തെ എന്താ ലോകോ സമസ്തോ സുഖിനോ ഭവന്തു എന്നുള്ളത് ഖുറാനുള്ള വാചകമല്ലല്ലോ. എന്നിട്ട് ഇവിടെ എത്ര വർഗീയ കലാപങ്ങൾ നടന്നു, എത്രയെങ്ങാനും മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു, അവിടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കപ്പെട്ടു. ബഗൽപൂരിൽ എത്രയാണ്? ഞാൻ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്ത ആളാണ് ബഗൽപൂർ സംഭവം. ശ്രീ അബ്ദുള്ള, അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് പുറത്തു വരികയും റിപ്പോർട്ട് ചെയ്യുകയും വാർത്ത വരികയും വേണം. അതിനെയല്ല എതിർക്കുന്നത്. ഈ ഇന്ത്യയിലുണ്ടാകുന്ന, ഭാരതത്തിലുണ്ടാകുന്ന മര്യാദ പാലിച്ചു ശ്രീ ഒന്നിനെ ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറയുമ്പോൾ താങ്കൾ മുണ്ടരുത്, അല്ലെങ്കിൽ താങ്കൾ സംസാരിക്കാൻ താങ്കൾ സംസാരിക്കാൻ വയ്ക്കില്ല. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ താങ്കൾ ആദ്യം ചെയ്യുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് ഒടുവിൽ എത്ര ചോദ്യം ചോദിച്ചാൽ മറുപടി പറയും. എത്രയും
അപ്പോൾ ഇവിടെ നമ്മൾ ഈ പരസ്പരം സഹകരിച്ചുകൊണ്ട് സാവർത്തിത്വത്തോടുകൂടി ജീവിക്കാം. അവിടെ ബംഗ്ലാദേശിൽ നിങ്ങൾ പറയുന്നത് വളരെ എക്സാക്റ്റ് ആയിട്ടുള്ള അതാണ്. അത്രത്തോളം അവിടെ ആക്രമണം നടന്നിട്ടില്ല. ചില്ലറ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ചില്ലറ ആക്രമണം ശ്രീ ഒ അബ്ദുള്ളക്ക് അതൊക്കെ ചില്ലറ ആക്രമണമാണ്, സമ്മതിക്കുന്നു. ചില്ലറ ആക്രമണമാണ്. ഭാരതത്തിലാണ് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്ന, ഭാരതത്തിലാണ്, ബംഗ്ലാദേശിലല്ല. അതിനിടെ പറയാതിരിക്കേ, അതിൻ്റെ ഇടയിൽ പറയാതിരിക്കും ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് താങ്കൾ പറഞ്ഞോ 7 മരണത്തിൽ 4 എണ്ണം മുസ്ലിങ്ങളാണ്, 3 എണ്ണം മാത്രം. BBC റിപ്പോർട്ട് എടുത്ത് നോക്ക്, 3 എണ്ണം മാത്രം ഹിന്ദുക്കൾ. പിന്നെ ഹിന്ദുക്കളെ കൊല്ലുന്നുള്ള മുറവിളിക്ക് എന്താ അർത്ഥമുള്ളത്? ഇനി പറയും. ഇനിയും ബാക്കിയുള്ളവരിലേക്കും പോകണം. ശ്രീ ഒ അബ്ദുള്ള പറയുന്നത് നമ്മൾക്ക് വസ്തുതാവിരുദ്ധമായ അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് ഇടയ്ക്ക് ഇടപെടുന്നത്. അല്ലാതെ അങ്ങയുടെ അഭിപ്രായം കൂടി അറിയാനാണ് ക്ഷണിച്ചത്. ഒരിക്കലും അങ്ങയുടെ അഭിപ്രായത്തെ തടസ്സപ്പെടുത്തുമില്ല, അങ്ങ് പറയുകയില്ല. പ്രൊഫസർ റോണി കെ ബേബി, ഇവിടെ താങ്കളുടെ ദൃഷ്ടിയിൽ എൻ്റേത് വസ്തുതാവിരുദ്ധ, എൻ്റെ ദൃഷ്ടിയിൽ നിങ്ങളുടേതും വസ്തുതാവിരുദ്ധ. അങ്ങനെയാണെങ്കിൽ ഇത് അടിപിടിയിൽ അവസാനിക്കാം. കൂടെ ഞാൻ പങ്കെടുക്കുന്നത് നിങ്ങളുടെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾക്ക് മറുപടി പറയാനാ. അതെ, തീർച്ചയായും അതിനാണ് അങ്ങേ ക്ഷണിച്ചതും ശ്രീ ഒ അബ്ദുള്ള. തീർച്ചയായും പ്രൊഫസർ റോണി കെ ബേബി, ഇപ്പോൾ ഈ നടക്കുന്ന താങ്കൾ വസ്തുതാവിരുദ്ധമായത് പറയുമ്പോൾ ഞാൻ ഇടപെടുക. അങ്ങനെ ആവട്ടെ, നമുക്ക് അങ്ങനെ പരസ്പരം ഇടപെട്ട് തന്നെ ചർച്ച ഗംഭീരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. ശ്രീ ഒ അബ്ദുള്ള, പ്രൊഫസർ റോണി കെ ബേബി കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം പൊളിറ്റിക്സ് അധ്യാപകൻ കൂടിയാണ്. രാഷ്ട്രീയം കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്നത് ഇത്ര വലിയ വാർത്തയാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ എല്ലാ രാജ്യത്തും നടക്കുന്നതാണ്. ഇത്ര വലിയ മതം പറയേണ്ട കാര്യമില്ല, ഹിന്ദുക്കളാണ് ആക്രമിക്കപ്പെടുന്നത് എന്നൊന്നും പറയേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ശ്രീ ഒ അബ്ദുള്ള പറയുന്നത്. ഈ ബംഗ്ലാദേശിൽ നടക്കുന്നത് ഇത്ര വലിയ ന്യൂനപക്ഷ വേട്ടയാണ് എന്ന് അങ്ങ് സമ്മതിക്കുന്നുണ്ടോ പ്രൊഫസർ റോണി കെ ബേബി? ബംഗ്ലാദേശിൽ തീവ്ര മത നിലപാടുകൾ പുലർത്തുന്ന സംഘടനകൾ നിയന്ത്രിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് അധികാരത്തിലുള്ളത് എന്നത് യാഥാർത്ഥ്യമാണ്. അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് യൂനസ്, അദ്ദേഹം അവരുടെ കയ്യിലെ ഒരു പപ്പറ്റാണ്, ഒരു പാവയാണ്. ഇവിടെ കൃത്യമായി തന്നെ തുറന്നു പറഞ്ഞാൽ അവിടെ ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്നത്. കാരണം അവിടെ നടന്ന വിദ്യാർത്ഥി കലാപം പോലും, ആ വിദ്യാർത്ഥി കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ച വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് ഇസ്ലാമിക് ഛത്ര ശിബിർ, അവരെ എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് വിംഗ് ആണ്. അവരാണ് അവിടെ ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് വലിയ നേതൃത്വം നൽകിയത്. ഇനിയും അവിടെ നടന്ന പ്രക്ഷോഭങ്ങളുടെ ഒക്കെ പശ്ചാത്തലം എന്താ? ഇന്ത്യക്ക് അനുകൂലമായി ശക്തമായ നിലപാട് എടുത്തുകൊണ്ടിരുന്ന ഷെയ്ഖ് ഹസീന വാജിദിന്റെ ഭരണകൂടം അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടി പാകിസ്ഥാന്റെ ഒക്കെ പിന്തുണ കൂടി തരണേ. ഞാൻ യാഥാർത്ഥ്യത്തിലേക്ക് വരാം. 2009 മുതൽ കഴിഞ്ഞ 15 വർഷമായി 2024 വരെ അധികാരത്തിലിരുന്ന ഭരണകൂടമാണ് അവാമി ലീഗിന്റെ ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം. അവരുടെ ഒരു പൊതു സ്വഭാവം എന്താ? ബംഗ്ലാദേശിലെ ഒരു മതേതര കാഴ്ചപ്പാട് പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ആ പ്രസ്ഥാനവുമാണ് അവാമി ലീഗ്. കാരണം 1971 മുതൽ ബംഗ്ലാദേശിന്റെ രൂപീകരണം മുതൽ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ആ കാലഘട്ടം മുതൽ മുക്തി വാഹിനിയുടെ കാലഘട്ടം മുതൽ ആ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ഹിന്ദുക്കൾ ഉൾപ്പെടെ, ബുദ്ധിസ്റ്റുകൾ ഉൾപ്പെടെ, ക്രിസ്ത്യൻസ് ഉൾപ്പെടെ, അത് മാത്രമല്ല ചക്മ അഭയാർത്ഥികൾ ഉൾപ്പെടെ അവിടെയുള്ള മുഴുവൻ ന്യൂനപക്ഷങ്ങൾ, അവിടുത്തെ റിലീജിയസ് മൈനോറിറ്റീസ് മാത്രമല്ല എത്നിക് മൈനോറിറ്റീസ് ഉണ്ട്. അവർക്കെല്ലാം വേണ്ടി ഒരുപാട് എത്നിക് മൈനോറിറ്റീസ് ഉണ്ട്. ഖാസീസ് ഉണ്ട്, സന്താൽസ് ഉണ്ട്, ഗാർഗോ, ഒറേവാൻ, മുണ്ട തുടങ്ങിയ ഒരുപാട് എത്നിക് മൈനോറിറ്റീസ് ഉണ്ട്. അവരെ എല്ലാം പ്രൊട്ടക്ട് ചെയ്ത് കൂടെ നിർത്തിയിരുന്നത് ഈ പറയുന്ന അവാമി ലീഗ്. ഈ 2009 മുതൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരുപാട് നേതാക്കളെ തൂക്കിലേറ്റിയുണ്ട്. അത്രമാത്രം ബോൾഡായ തീരുമാനം എടുത്തൊരു ഭരണാധികാരിയായിരുന്നു ഷെയ്ഖ് ഹസീന വാജിദ്. പക്ഷെ അവരെ അവിടെ നിന്ന് അധികാരത്തിൽ നിന്ന് പുറത്താക്കി. അത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ജനമുന്നേറ്റമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അവരെ അധികാരത്തിൽ പുറത്താക്കണം. കാരണം ഇന്ത്യക്ക് ചുറ്റുമുള്ള ഇന്ത്യ പക്ഷപാതത്വം പുലർത്തുന്ന സർക്കാരുകളൊക്കെ ഗൂഢാലോചനകൾ പുറത്താക്കാനുള്ള ചരടുവലി പാകിസ്ഥാനും ചൈനയും ഒക്കെ ചേർന്ന് നടക്കുന്നുണ്ട്. ശ്രീലങ്ക, മാലി ഒക്കെ നമുക്ക് ഉദാഹരണമുണ്ട്. അതിന്റെ ഭാഗമായ ഗവൺമെന്റ് അവിടെ അട്ടിമറിക്കപ്പെട്ടു. അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന ഒരു ഭരണകൂടം, അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അവിടെ വളരെ ഓർഗനൈസ്ഡ്, നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അവിടെ വലിയ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമല്ല, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മുസ്ലിം മതവിഭാഗത്തിലെ ന്യൂനപക്ഷമായ അഹമ്മദീയ, നമ്മൾ ഈ പറയുന്ന റിപ്പോർട്ടുകൾ ശ്രദ്ധിക്കണം. 500ഓളം അക്രമങ്ങളാണ് അവിടുത്തെ പ്രബലമായിട്ടുള്ള മതന്യൂനപക്ഷത്തിനെതിരെ നടന്നെങ്കിൽ അഹമ്മദീയ വിഭാഗത്തിനെതിരെ 137 അക്രമങ്ങളും അവിടെ 6ഓളം ദേവാലയങ്ങൾ, മോസ്കുകൾ തന്നെ കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതെന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല അതിന് നേതൃത്വം നൽകുന്നത്. അവിടെ അവരുടെ ഈ പറയുന്ന അവാമി ലീഗിന്റെ എതിരാളിയായിട്ടുള്ള BNP
ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. എന്നാണ് ഈ ബംഗ്ലാദേശിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ന്യൂനപക്ഷ വിരുദ്ധ കലാപം നടന്നിരിക്കുന്നത്? 1992. അന്ന് അവിടെ ഭരിച്ചത് ജാതീയ പാർട്ടി, മുഹമ്മദ് ഇർഷാദ് എന്ന് പറയുന്ന പട്ടാള ഭരണാധികാരി. അപ്പോൾ എന്നൊക്കെ നമ്മൾ ഈ 71 മുതലുള്ള ബംഗ്ലാദേശിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ എന്നൊക്കെ അവാമി ലീഗ് എന്ന് പറയുന്ന സെക്യുലർ പ്രസ്ഥാനം അധികാരത്തിൽ നിന്ന് പുറത്തായിട്ടുണ്ടോ, എപ്പോഴൊക്കെ അവിടെ ഒരു മതാധിഷ്ഠിത ഭരണകൂടം അധികാരത്തിൽ വന്നിട്ടുണ്ടോ, അപ്പോഴെല്ലാം ക്രൂരമായ ന്യൂനപക്ഷ വേട്ട. 71 ഇന്ത്യ അവിടെ ഇടപെട്ടു. നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യയിലേക്ക് 1 കോടി അഭയാർത്ഥികളാണ് വന്നത്. കൃത്യമായി പറഞ്ഞാൽ 98 ലക്ഷം 9.8 മില്യൺ റിഫ്യൂജീസ് ആണ് വന്നത്. അതിൽ 92% ഹിന്ദുക്കളായിരുന്നെങ്കിൽ 8% എന്ന് പറയുന്നത് ഇതര ന്യൂനപക്ഷ, ഞാൻ പറയുന്നത് ഈ പറയുന്ന മുസ്ലിം സമുദായത്തിനിടയിൽ തന്നെ ഉള്ള റോഹിംഗ്യൻസ് ഉണ്ട്, അഹമ്മദീനുണ്ട്, ചക്മാസ് ഉണ്ട്. ചക്മാസ് ബഹുഭൂരിഷം ബുദ്ധിസ്റ്റുകളാണെങ്കിലും അതിലും ഇസ്ലാം മതം വിശ്വാസം പുലർത്തുന്ന ആളുകളുണ്ട്. അവരൊക്കെയാണ് വലിയ രീതിയിൽ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത്, എല്ലാ മതേതര ഭരണകൂടങ്ങൾക്കും ഒരു പാഠമാണ്. ഇതുപോലെയുള്ള എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ചിന്താഗതി പുലർത്തുന്ന ഭരണകൂടങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമെന്നത് ബംഗ്ലാദേശിന് മാത്രം നൽകുന്ന പാഠമല്ല, അത് ലോകത്തിന് മുഴുവൻ നൽകുന്ന, ലോകത്ത് എവിടെയൊക്കെ മതേതര കാഴ്ചപ്പാടുകൾ ദുർബലമാകുന്നുണ്ടെങ്കിൽ, എവിടെയൊക്കെ മതാധിഷ്ഠിത മതഭ്രാന്ത് ശക്തിപ്പെടുന്നെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ടാകാൻ പോകുന്ന ദുരന്തമാണ് നമ്മുടെ മുമ്പിലുള്ളതാണ് എനിക്കിവിടെ പ്രാരംഭ ഘട്ടത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഓക്കെ, ശ്രീ RV ബാബു, ഇവിടെ ശ്രീ O അബ്ദുള്ള പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതേത് വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് പറയുന്ന രീതി ശരിയല്ല. അത് ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും അങ്ങനെ പേരെടുത്ത് പറയാൻ പാടില്ല. അത് കലാപങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇടയാക്കും എന്നുള്ള പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇത് ബംഗ്ലാദേശിൽ മാത്രമൊന്നുമല്ല, ഈ ഭാരതത്തിലും ഒക്കെ ഇത് നടക്കുന്ന കാര്യമാണ്, ഇതെത്ര വലിയ കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അഭിപ്രായം ശ്രീ RV ബാബു? ഈ ഇതുപോലുള്ള TV ചർച്ചയിൽ വന്നിട്ട് ശുദ്ധമായ കള്ളം പറയുന്നതിന് ഒരു മടിയില്ലാതെ വന്നിരിക്കുന്ന ആൾക്കാരോട് ഞാൻ എന്ത് പറയാനാണ്? എത്ര പരിഹാസ്യമായിട്ടാണ് ഒരു സീനിയർ പത്രപ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്ന ബലം പിടിക്കുന്ന ആള് ഇവിടെ നിന്ന് പറയുന്നത്. ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ എന്ന രീതിയിലുള്ള കേരളത്തിലെ അടക്കം ഇന്ത്യയിലെ മാധ്യമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരുന്നത് മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഒന്നായിരുന്നില്ലേ? അന്ന് ഈ ഒരു മറച്ചുവെക്കലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഒന്നൊരു മറച്ചുവെക്കലുണ്ടായിരുന്നില്ല. ഇപ്പോ ലോകത്ത് മുഴുവൻ എവിടെയൊക്കെ ഇവരുണ്ടോ അവിടെയൊക്കെ അവിടുത്തെ മതസമൂഹങ്ങൾക്ക് നേരെ, അവിടുത്തെ തദ്ദേശീയ സമൂഹങ്ങൾക്ക് നേരെ ഈ ഇസ്ലാമിക മത തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുടെ ചരിത്രം നമുക്ക് മുഴുവൻ അറിയാം. ഞാനതിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല, ലോകം മുഴുവൻ അതറിയുന്നതാണ്. ആ ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ മുഖം എന്നൊക്കെ പറഞ്ഞ് അബ്ദുള്ള എത്രമാത്രം വെള്ളപൂശാൻ ശ്രമിച്ചാലും ലോകത്തിന്റെ മുൻപിൽ അത് ഒരു സാക്ഷ്യമായിട്ട് നിലനിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അതിനേറെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഖുറാനിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഖുറാനിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖുറാൻ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ കൂട്ടക്കൊലകൾ അരങ്ങേറുന്നത്. ഖുറാൻ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങളെ ഈ പറയുന്ന അക്രമങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ബംഗ്ലാദേശിൽ എത്ര ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ബംഗ്ലാദേശ് രൂപീകരിക്കുമ്പോൾ? ബംഗ്ലാദേശ് രൂപീകരിക്കുമ്പോൾ 28% ഹിന്ദുക്കൾ. എന്താ ഹിന്ദുക്കൾക്ക് നേരെ നാല് ഹിന്ദുക്കളെ കൊന്നു, 5 ഹിന്ദുക്കളെ കൊന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ശുദ്ധമായ കള്ളം പറയുന്ന അബ്ദുള്ള പറയണം, ഇപ്പൊ എത്ര ഹിന്ദുക്കളുണ്ട് ബംഗ്ലാദേശിൽ? എത്ര ഹിന്ദുക്കളുണ്ട്? 8% ഹിന്ദുക്കളാണ് ബംഗ്ലാദേശിൽ ഇപ്പൊ ഉള്ളത്. അവരെവിടെ പോയതാ? 8% ഹിന്ദുക്കളായിട്ട് കുറഞ്ഞത് ഏതിന്റെ അടിസ്ഥാനത്തിലാ? അവരെന്താ ബംഗ്ലാദേശിലെ ജലം നദിയിൽ ഒഴുകിപ്പോയതാണോ? അല്ല, അവരെ കൊന്നൊടുക്കിയതാണ്, അവരെ അവിടെ നിന്ന് അടിച്ചോടിച്ചതാണ്. അവർ അഭയാർത്ഥികളായിട്ട് മറ്റ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായിട്ട് കയറി വന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ബംഗ്ലാദേശിലെ മുസ്ലിം തീവ്രവാദികൾ, അതുകൊണ്ടാണ് പറഞ്ഞത്, ഹിന്ദുക്കളോട് കുറച്ച് അനുതാപത്തോടെ അല്ലെങ്കിൽ മതേതര നിലപാടുണ്ട് എന്ന് പറയുന്ന അവാമി ലീഗിന്റെ കാലഘട്ടത്തിൽ പോലും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധിക്കപ്പെട്ട സംഘടനയാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി. ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയിൽ 2 ജമാഅത്തെ ഇസ്ലാമിയാണ്. കാശ്മീരിൽ 1, ഇന്ത്യയിൽ 1. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്നാണ് ഇന്ത്യയിൽ ഈ അബ്ദുള്ളയൊക്കെ ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നത്. കാശ്മീരിലെ വേറെ ജമാഅത്തെ ഇസ്ലാമിയാണ്. കാരണം കാശ്മീർ ഇന്ത്യയുടെതല്ലെന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ യഥേഷ്ടം പ്രവർത്തിക്കുകയാണ്. ശുദ്ധമായ വിഘടനവാദ പ്രസ്ഥാനമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി. പക്ഷെ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചു. 1971 യുദ്ധകാലത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാളികൂളി സംഘം ഉണ്ടായിരുന്നു, ഒരു കാട്ടാളന്മാരുടെ സംഘം, ഒരു മതഭീകരന്മാരുടെ സംഘം, റസാക്കർമാർ. ആ റസാക്കർമാരുടെ നേതൃത്വത്തില് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കി.
ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി. അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയതിന്റെ വിചാരണ, ആ വിചാരണ ഈ ആവാമി ലീഗ് അധികാരത്തിൽ വന്ന സമയത്ത് ബംഗ്ലാദേശിൽ നടന്നു. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിരവധി നേതാക്കന്മാരെ തൂക്കിലേറ്റി. ആ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോ അമേരിക്കയുടെ അടക്കം പിന്തുണയോട് കൂടിയിട്ട് ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ഈ അയാൾ അമേരിക്കയുടെ പപ്പറ്റാണ്. അമേരിക്കയുടെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്ന എന്തോ അവിടെ ബംഗ്ലാദേശിൽ ചിട്ടി കമ്പനി നടത്തിയെന്നോ എന്തോ ഒരു മൈക്രോ ഫിനാൻസ്, നമ്മുടെ നാട്ടിലെ ചിട്ടി കമ്പനി ഉണ്ടല്ലോ, അതിലും നന്നായിട്ട് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ മൈക്രോ ഫിനാൻസ് നടത്തുന്നുണ്ട്. ഇവിടെ ബംഗ്ലാദേശിലെ മൈക്രോ ഫിനാൻസ് നടത്തുന്നതിനേക്കാൾ നന്നായിട്ട് നടത്തും നമ്മുടെ വെള്ളാപ്പള്ളി നടേശനൊക്കെ. അപ്പൊ അതിന്റെ പേരിൽ നോബൽ സമ്മാനം. അങ്ങനെ നോബൽ സമ്മാനം കൊടുത്തത് ഇയാൾ എന്തോ മഹാനായിട്ടുള്ള ആളാണെന്നാണ്. ഇയാളാണ് പറയുന്നത് ബംഗ്ലാദേശില് ഹിന്ദുക്കൾക്ക് നേരെ നടന്ന ആക്രമണം എക്സാജറേറ്റഡ് ആണ് എന്ന്. എന്താണ് എക്സാജറേറ്റഡ്? ഇവിടെ 200-ലേറെ ആക്രമണങ്ങൾ ഈ കഴിഞ്ഞ ഈ ഒരു മാസം കൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ നടന്നു. 200-ലേറെ ആക്രമണങ്ങൾ. ഇപ്പൊ പറയുന്നത് എക്സാജറേഷൻ ആണെന്നാണ്. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിനെ ഈ കഴിഞ്ഞ ദിവസം തുറന്നു വിട്ടു. മുഷുദ്ദീൻ റഹ്മാൻ ആരാണെന്ന് അറിയാമോ? ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിന് ലഷ്കർ ഇ തോയ്ബയുമായിട്ട് ബന്ധം. ആ ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുള്ള ഈ മുഷുദ്ദീൻ റഹ്മാൻ അയാളുടെ പ്രഖ്യാപിതമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? ഡൽഹി പിടിച്ചടക്കുന്നതാണ്. ഡൽഹിയിൽ ഞങ്ങൾ പച്ചക്കൊടി ഉയർത്തും. മാത്രമല്ല ഖാലിസ്ഥാൻവാദികളുടെ സഹായത്തോടു കൂടിയിട്ട് ഞങ്ങൾ ഇന്ത്യയെ പിളർക്കും, ഖാലിസ്ഥാനുകൾക്ക് ഖാലിസ്ഥാൻ വിട്ടുകൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുന്ന ആളാണ് ഈ പറയുന്ന മുഷുദ്ദീൻ റഹ്മാൻ. ആ റഹ്മാനെയാണ് മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ഈ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പാവം തുറന്നുവിട്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള തീവ്രവാദികളെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലടക്കം പ്രവർത്തിക്കുന്നു. ഇവരെയൊക്കെ പടിയടച്ച് പിണമയ്ക്കേണ്ട കാലം കഴിഞ്ഞു. ഈ ഗവൺമെന്റ്, മോഡി ഗവൺമെന്റ് ആദ്യം ചെയ്യേണ്ടത് പോപ്പുലർ ഫ്രണ്ടിനെ പോലെ ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തെമ്മാടികളെ, രാഷ്ട്രവിരുദ്ധ ശക്തികളെ ഇല്ലായ്മ ചെയ്യലാണ്. ഇതിനാണ് യഥാർത്ഥത്തിൽ മോഡി സർക്കാർ തയ്യാറാവേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കള് അവരങ്ങൾ ജലനദിയിൽ ഒഴുകിപ്പോയതല്ല, മറിച്ച് അവരെ മുഴുവൻ കൊന്നൊടുക്കിയതാണ്. ജനസംഖ്യ പറഞ്ഞ ഒരു കണക്കുണ്ട്. 28% ബംഗ്ലാദേശ് രാഷ്ട്രം രൂപീകരിക്കുന്ന സമയത്ത് 28%. ഇപ്പോൾ 8% അടുത്തേ വരുന്നുള്ളൂ. ശ്രീ ഒ അബ്ദുള്ള, ഈ ഭാരതത്തിലും ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വേട്ടകളൊക്കെ നടക്കുന്നു എന്ന് പറയുന്നു. ഭാരതത്തിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഭാരതത്തിലെ ന്യൂനപക്ഷമായ മുസ്ലിം ജനസംഖ്യ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ അവസരത്തിൽ എത്രയായിരുന്നു, ഇപ്പോൾ എത്രയായിരുന്നു? അപ്പോൾ ആ കണക്കും ബംഗ്ലാദേശിലെ കണക്കും കൂടെ നോക്കുമ്പോൾ അറിയാമല്ലോ എവിടെയാണ് ഇത്തരത്തിലുള്ള ഈ കൊലപാതകത്തോടു കൂടി ജനസംഖ്യ കുറയ്ക്കുന്നത് എവിടെയാണ് എന്നുള്ളതിന് കൃത്യമായ കണക്കാണ് ശ്രീ ആർ വി ബാബു പറഞ്ഞത്. അപ്പോൾ ന്യൂനപക്ഷ ധ്വംസനം. ഒരു കാര്യം കൂടി എനിക്ക് ചേർക്കാനുണ്ട് കേട്ടോ, ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. പ്യൂ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 2050 ആകുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഇന്ത്യ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ആ കണക്കിലൊക്കെ നമുക്ക് ബംഗ്ലാദേശിലേക്ക് തന്നെ ചർച്ച കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അല്ല ശ്രീ ഒ അബ്ദുള്ള, അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഭാരതത്തെയും ബംഗ്ലാദേശിലും ഒക്കെ ഒരേ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് താരതമ്യം ചെയ്യുന്നത്? അത് നിസ്സാരവൽക്കരിക്കലല്ലേ ശ്രീ ഒ അബ്ദുള്ള? ആർ വി ബാബു മുസ്ലിങ്ങളെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ തെമ്മാടികൾ എന്നാണ് വിളിച്ചത്. ആ ഭാഷ കടമെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ തെമ്മാടി എന്ന് വിളിക്കുന്നില്ല. കാരണം തെമ്മാടികൾ ലജ്ജിക്കും. ഒരു ചർച്ചയിലൊക്കെ സംസാരിക്കുമ്പോൾ ആദർശപരമായോ സിദ്ധാന്തപരമായോ വിയോജിപ്പുണ്ട് എന്ന് വിചാരിച്ച് മാന്യത കളഞ്ഞു വിളിക്കരുത് ബാബു. തെറി അങ്ങോട്ടും കവിഞ്ഞ 2-3 ഭാഷ മുണ്ടായിരി അവിടെ സംസാരിക്കാൻ മുണ്ടിട്ടുണ്ടോ? അവിടെ മുണ്ടായിട്ടോ, അവിടെ മുണ്ടായിരിക്കേ. ഞാൻ പറയാനുള്ളത് പറയുമ്പോ താങ്കൾ ഞാൻ പറയും മുണ്ടാതിരിക്കാനാ പറഞ്ഞത്. താങ്കൾ സംസാരിക്കുക, ഞാൻ സംസാരിച്ചില്ല. നിങ്ങൾ സംസാരിച്ചു, അയാളോട് മുണ്ടായിരിക്കാൻ പറയും. താങ്കൾ ആങ്കറാക്കി അയാളോട് മുണ്ടായിരിക്കാൻ പറയും. നിയന്ത്രിക്കേണ്ടി ഇടപെട്ടാല് ഇപ്പോഴാ മുണ്ടാതായത്, ഞാൻ മുണ്ടായിരിക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ഈ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉണ്ട് വിചാരിച്ച് മാന്യത കളഞ്ഞു വിളിക്കരുത്. അതാണ് പറയേണ്ടത്. ഒരു സമുദായത്തെ ഒന്നടങ്കം തെമ്മാടികൾ എന്നൊക്കെ പറയുന്നത് വിചാരിച്ചിട്ടാണ് കലാപങ്ങൾ ഈ സബ് കോണ്ടിനെന്റ്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് ബ്രിട്ടൻ ഇവിടെ മുണ്ടാതിരി അവിടെ ഞാൻ ഇറങ്ങി പോകും. തൻ്റെ ഇതല്ല എനിക്ക് മര്യാദ ഞാൻ വിടും. 5 ഭാഷ ഞാൻ തെറി പറയും, മനസ്സിലായിക്കോ. അറബിയിൽ ഒരു വാക്ക് അറിയാം, തനിക്ക് അറിയാം അതിനർത്ഥം യാ അരിയൽ കഫ ഉസ്കു താൻത, അതിനർത്ഥം അറിയാം. നിങ്ങൾക്കറിയാം വിഡ്ഡി ഉണ്ടായിരിക്കുന്ന വാക്കിന്റെ അർത്ഥം.
അപ്പൊ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ തനിക്ക് എത്ര ഭാഷ അറിയാം? തനിക്ക് എത്ര കവിഞ്ഞ ഇംഗ്ലീഷ് കൂടി അറിയും? അത് മുണ്ടാതിരിക്കാൻ അർത്ഥം അറിയോ? ശ്രീ ഓ അബ്ദുള്ള, നമ്മൾ അത്തരം പദങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയല്ല ഈ ചർച്ച സംഘടിപ്പിച്ചത്. നമ്മൾ പരസ്പരം അടിക്കാൻ വേണ്ടിയല്ല. ബംഗ്ലാദേശിലുണ്ടാകുന്ന ഇപ്പോൾ നടക്കുന്ന വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാനാണ് വന്നത്. അയാൾ പറയുമ്പോൾ താങ്കൾ എന്തിനാ ഇടപെടാൻ സമ്മതിക്കുന്നത്? അല്ലാതെ പരസ്പരം ചെളിവാരി അറിയാനല്ല. സംസാരിക്കുമ്പോൾ ഞാൻ മുണ്ടിയില്ലല്ലോ. ഞാൻ സംസാരിക്കുമ്പോൾ അയാൾ എന്താ മിണ്ടത്? അയാൾ മുണ്ടായിരിക്കാൻ പറയും. അയാൾ സംസാരിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. ആർ വി ബാബു, നമുക്ക് ശ്രീ ഓ അബ്ദുള്ളയുടെ മറുപടി നമുക്ക് പറയാം. ശ്രീ ആർ വി ബാബു അദ്ദേഹം പറയട്ടെ. പറയൂ ആർ വി ബാബു. ഓ അബ്ദുള്ള പറയണ്ടേ? ശ്രീ ഓ അബ്ദുള്ള പറയൂ. ശരി, ഞാൻ അത് ഊരി പോവുക. മറുപടി വരാൻ തുടങ്ങുമ്പോഴേക്കും മൂപ്പരതിനകത്ത് ഇടപെടുന്നു. പറയട്ടെ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന മാതിരി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കുറയുന്നു. ഹിന്ദുക്കൾ കുറയാതിരിക്കാനുള്ള കാരണം അവരുടെ പ്രധാനപ്പെട്ട കാരണം, ഇന്ത്യയിൽ ആദ്യം ഹിന്ദുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എങ്ങനെ ഇവിടെ മുസ്ലിങ്ങൾ വലിയൊരു സംഖ്യ ആയി മാറിയത്? കേരളത്തിൽ എങ്ങനെ ആദ്യം ഒരു മാലിക് ദിനാർ കൂട്ടരും വന്നു, പിന്നെ ഇവിടുത്തെ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു. കാരണം വളരെ ഭദ്രവും എല്ലാ അർത്ഥത്തിലും പരിപൂർണവും വിശ്വസിക്കാൻ പറ്റുന്നതും യുക്തിഭദ്രവും എല്ലാമായ ഒരു ജീവിത പദ്ധതി, ഒരു വിശ്വാസ പ്രമാണമാണ് ഇസ്ലാം. ആ ഇസ്ലാമിലേക്ക് ആളുകൾ സ്വാഭാവികമായും കടന്നു വരും. അതിൻ്റെ അപ്പുറം ചില പ്രാകൃതമായ വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പാരമ്പര്യമായിട്ട് ശ്രദ്ധിച്ചതായ ചില ആചാരങ്ങളോ ഒക്കെ ഉള്ളത് ആളുകൾ തൃപ്തിപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവരത് വേണ്ടെന്ന് വെച്ച് ഒരു മിഷനറി പ്രവർത്തനം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഇടയിൽ ഇല്ല. മുസ്ലിങ്ങൾ അത് ചെയ്യാൻ ബാധ്യസ്ഥരാണെങ്കിൽ പോലും മുസ്ലിങ്ങൾ അക്കാര്യത്തിൽ വളരെ പിറകിലാണ്. ക്രിസ്ത്യാനിറ്റിക്ക് അതുണ്ട്. ക്രിസ്ത്യൻ മിഷനറി എന്നാണ് അവരുടെ പേര് തന്നെ. മുസ്ലിങ്ങൾ ആരെങ്കിലും ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറുണ്ടെങ്കിൽ അവർ പൊന്നാനി പോയിട്ട് അത് സ്വീകരിച്ച് വരിക എന്നല്ലാതെ മിഷനറി പ്രവർത്തനം തീരെ നടത്തുന്നില്ല. നടത്തേണ്ടതാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഫൽയുബല്ലി ഷാഹിദുൽ വായും, ഈ എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്നവർ ഇവിടെ കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കൂ എന്ന് പ്രവാചകൻ അനുശാസിക്കുന്നുണ്ടെങ്കിൽ പോലും മുസ്ലിങ്ങൾ അക്കാര്യത്തിൽ വളരെ അമാന്തം കാണിക്കുന്നവരാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ മേന്മ, ഇസ്ലാമിൻ്റെ മഹത്വം, അതിൻ്റെ സമത്വം, അതിൽ ജാതീയതല്ല. കല്യാണം കഴിക്കണമെങ്കിൽ ഏത് നക്ഷത്രം, ഏത് ജാതി, ഏത് ജാതകം എന്നൊന്നും നോക്കാതെ പറ്റിയൊരു പെൺകുട്ടിനെ കണ്ടാൽ അതിന് എന്തെങ്കിലും ചെറിയ മഹർ കൊടുത്ത് കല്യാണം കഴിക്കാം. ആ സ്ഥാനത്ത് ആർ വി ബാബുവിന് കല്യാണം കഴിക്കണമെങ്കിലോ ഏത് നക്ഷത്രം, ഏത് നാള്. ഷിയാ സുന്നികളൊക്കെ പിന്നെ എങ്ങനെയാണ് പരസ്പരം കൊലപാതകം നടത്തുന്നത്? എങ്ങനെയാണ് ശ്രീ ഓ അബ്ദുള്ള? ഷിയാ സുന്നി വിഭാഗങ്ങൾ പരസ്പരം കൊലപാതകം നടത്തുന്നത് എന്തിനാണ്? ഞാൻ കണ്ടില്ല. ഷിയാക്കളെങ്ങനെ കൊലപാതകം നടത്തുന്നത് ഞാൻ ഇതുവരെ പോയി കണ്ടില്ല. ഞാൻ ഈ കാര്യം വിവരിക്കാം, എന്തുകൊണ്ടാണ് ഇസ്ലാം ഇവിടെ വർദ്ധിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭദ്രമായ യുക്തിസഹമായ ഭാവി ജീവിതത്തെ സംബന്ധിച്ച് മനോഹരമായ ഒരു കാഴ്ചപ്പാടുള്ളതായ സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസ പ്രമാണമാണ് ഇസ്ലാം. ആ ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വരുമ്പോൾ ഖുർആൻ അത് പറയുന്നുണ്ട്. ഇദാജാനസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. നിന്റെ മതത്തിലേക്ക് ആളുകൾ കൂട്ടമായി വരുന്നത് കാണുമ്പോൾ നീ ദൈവത്തെ സ്തുതിക്കുക. ഇങ്ങനെ ഇതിലേക്ക് വരും. ആര് വേണ്ടെന്ന് വെച്ചാലും വന്നുകൊണ്ടിരിക്കും. അതിന് ആരെയും ബാബു തുള്ളിയിട്ട് ഒരു കാര്യമില്ല. ബാബു വേണമെങ്കിൽ ഇതിലേക്ക് വന്നോ, 2 വാചകം പറഞ്ഞാൽ മതി. അള്ളാഹു ഏകനാണ്, മുഹമ്മദ് അദ്ദേഹത്തിന്റെ പ്രവാചകനാണ്. എന്നാൽ നമുക്ക് രണ്ടാക്കും ഈ ബംഗ്ലാദേശിലും ശ്രീ ഓ അബ്ദുള്ള ബംഗ്ലാദേശിലും അതാണോ സംഭവിച്ചത്? അതിലേക്ക് വരുമോ ചർച്ച? ബംഗ്ലാദേശിലെ ഹിന്ദുക്കളൊക്കെ മുസ്ലിങ്ങളായി മാറിയതാണോ ആർ വി ബാബു? അല്ല, ബംഗ്ലാദേശിൽ സംഭവം അല്ല. ബംഗ്ലാദേശിൽ നിങ്ങളെ പറഞ്ഞ മാതിരി ഒന്നും സംഭവിച്ചില്ല. ഞാനത് ഹിന്ദു രേഖ ഇത് വായിച്ചിട്ടുണ്ട്. BBC നോക്കി 7%, നിങ്ങൾ പറഞ്ഞ 8%, 7% ഹിന്ദുക്കളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അവരാരും ഉപദ്രവിച്ചിട്ടില്ല. 7 ആൾ മരിച്ചതിൽ 4 ആൾ മാത്രമാണ് ഹിന്ദുക്കൾ, 3 ആൾ മുസ്ലിങ്ങളാണ്. ഒരു സംഘർഷം ഇവിടെ തന്നെ എത്ര ഉണ്ടായിട്ടുണ്ട്? ഇന്നാണ് 3ാമത്തെ തവണ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 108 കലാപങ്ങൾ മുസ്ലിം വിരുദ്ധം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ബുൾഡോസറുകൾ വന്നിട്ട് ഇങ്ങനെ മുസ്ലിം വീടുകൾ ഓരോന്നായി തകർത്തുകൊണ്ടിരിക്കും. നമ്മൾ ബംഗ്ലാദേശിലെ കാര്യം പറയുമ്പോൾ ശ്രീ ഓ അബ്ദുള്ള, ഭാരതത്തിൽ അത് നടക്കുന്നു, ഭാരതത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു. ബംഗ്ലാദേശിലെ കാര്യം പറയുമ്പോൾ ഭാരതത്തിലെ കാര്യമാണ് പറയുന്നത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ബംഗ്ലാദേശിലെ വിഷയമാണ്. പറയേണ്ടി വരും. കാരണം അല്ലല്ല, താങ്കളുടെ മുട്ടും കൈ അതിനോട് ചേർത്തുകൊണ്ട് പറയാൻ പറ്റിയ വിഷയമേ ഞാൻ പറയുന്നുള്ളൂ. ഇന്ത്യയിൽ ഈ വിധം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു.
ബഗൽപൂർ കലാപം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഞാനത് നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്ത ആളാണ്. ഒരു മാസം ആ പിന്നെ കോളിഫ്ലവർ ഫീൽഡിൽ ഡെഡ് ബോഡി മറവ് ചെയ്യാതെ കിടക്കുന്ന 100 കണക്കിൽ ഡെഡ് ബോഡി. ആരാ കലാപം സൃഷ്ടിച്ച്? ആയിരങ്ങളാണ് മരിച്ചത്. ആറിഫ് ബാബുവിൻ്റെ ആൾക്കാരാണ് കൊന്നത്, RSS. അല്ലാതെ പറയാൻ കഴിയുമോ? ഇവിടുത്തെ കഷാ കമ്മീഷൻ കണ്ടെത്തൽ എന്താ? ഇവിടെ ഇന്നോളം നടന്നത് മുഴുവനും ഇവിടുത്തെ RSS തീവ്രവാദികളും മറ്റും. പിന്നീട് തിരിച്ചടി അങ്ങോട്ട് കിട്ടി. ഇവിടുത്തെ കുട്ടികൾ സംഘടിച്ചു. അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പയ്യോളി ഓട്ടം, പേരാമ്പ്ര ഓട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. അതല്ലേ സംഭവിച്ചത്. അങ്ങനെ അതിനുള്ള ധൈര്യം ഞങ്ങൾക്കുള്ളൂ. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറ്, മിലിറ്ററിയെ മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ കൈകാര്യം ചെയ്യാത്ത മുസ്ലിങ്ങളുടെ ഈ എണ്ണസംഖ്യ. കാരണം 20% ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കൾ നിങ്ങളെ ഭാഗത്തില്ല. നിങ്ങൾ ഈ തീവ്രവാദികളായ ചെറിയൊരു വിഭാഗം, അതിനെ നേരിടാൻ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം നിങ്ങളെ ഞങ്ങൾക്ക് പേടിയില്ല. അത് വീണ്ടും ആവർത്തിച്ച് പറയാം. ആറിഫ് ബാബുവൊക്കെ മുസ്ലിങ്ങൾ ആൺകുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ മണ്ടിയിട്ട് സ്ഥലം മതിയാലോ ബാബു കേട്ടോ, മനസ്സിലാക്കിക്കോ. ശരി. ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഭാരതത്തിൽ ഇതൊക്കെ നടക്കുന്നു, ഇതൊക്കെ സ്വാഭാവികമെന്ന് ശ്രീ അബ്ദുള്ള വളരെ നിസ്സാരവൽക്കരിച്ചാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തസ്ലീമ നസ്രീൻ്റെ ഒക്കെ അവസ്ഥ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. പ്രൊഫസർ റോണി കെ ബേബി, ഈ തസ്ലീമ നസ്രീൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി തൻ്റെ തൂലിക പടവാളാക്കിയ ആളാണ്. അതുകൊണ്ട് ആ രാജ്യത്ത് പോലും സുരക്ഷിതയായി കഴിയാൻ കഴിയാത്ത സാഹചര്യം തസ്ലീമ നസ്രീനുണ്ട്. അതൊക്കെ നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. എന്തൊക്കെ പറയാൻ ശ്രീ അബ്ദുള്ള എന്തൊക്കെ പറഞ്ഞാലും തസ്ലീമ നസ്രീൻ ഈ അടുത്ത കാലത്തും പറഞ്ഞു, ഇന്ത്യയെ വെറുക്കാൻ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നെഴുതിയ ടീഷർട്ടുകളാണ് അവിടുത്തെ കുട്ടികൾക്ക് അവിടുത്തെ മുതിർന്നവർ നൽകുന്നത്. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ഭാരത വിരോധം അവരുടെ ഉള്ളിലേക്ക് കുത്തിവെക്കുകയാണ്. അപ്പോൾ ഭാരതത്തെ ഇത്രമാത്രം വെറുക്കാൻ, അല്ലെങ്കിൽ ഭാരത വിരോധം എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് ഇങ്ങനെ വെച്ചു പുലർത്തുന്നത്? ഈ ഭാരതവും ബംഗ്ലാദേശും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു ശത്രു രാജ്യത്തിൻ്റെ ഒരു പട്ടികയിലേക്ക് ഏത് സമയം മുതലാണ് ഈ ബംഗ്ലാദേശ് ഇന്ത്യയെ ഒരു ശത്രു രാജ്യമായി കാണുന്നത്? പ്രൊഫസർ റോണി കെ ബേബി. ഞാൻ തസ്ലീമ നസ്രീന്റെ ലജ്ജ എന്ന പുസ്തകം ഞാൻ 2 or 3 ആവർത്തി ഞാൻ വായിച്ചതാണ്. ഞാൻ അതിനെക്കുറിച്ച്, കാരണം അവരെടുത്തൊരു നിലപാട് ഒരിക്കലും മതവിരുദ്ധമല്ല, ഒരിക്കലും തീവ്ര നിലപാടല്ല, വളരെ ഒരു ഹ്യൂമനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ലജ്ജ. അതവിടെ നിൽക്കട്ടെ. പക്ഷെ അവരെ അവിടുന്ന് ആട്ടി ഓടിച്ചു, അവര് പ്രാണരക്ഷാർത്ഥം ഇന്ത്യയിൽ അഭയം തേടി, അതൊക്കെ ഒരു ചരിത്രം. പക്ഷെ നമുക്ക് ഞാൻ ആദ്യത്തെ എന്റെ റൗണ്ട് എന്റെ അഭിപ്രായം ഞാൻ പ്രകടിപ്പിച്ചപ്പോൾ പറഞ്ഞത് തന്നെ, എവിടെയൊക്കെ തീവ്ര നിലപാടുകാര് അധികാരത്തിൽ വന്നാലും, അത് ഞാൻ പറഞ്ഞത് ബംഗ്ലാദേശ് മാത്രമല്ല, ശ്രീലങ്കയൊക്കെ നമ്മുടെ ഉദാഹരണമാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്കറിയാം ഈ പറയുന്ന ബർമ്മ, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള സംഭവം, അല്ലെങ്കിൽ ചൈനയില് ഉറുഗ്യൻ എന്ന് പറയുന്ന എത്നിക് മൈനോറിറ്റീസ്, അല്ലെങ്കിൽ റോഹിംഗ്യ എല്ലാം അവിടുത്തെ. അപ്പൊ നമ്മൾ ബംഗ്ലാദേശിലേക്ക് ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ ഓർക്കാറുണ്ട്. ആ ബംഗ്ലാദേശ് വിമോചനത്തിന് വേണ്ടി ശക്തമായി നിന്ന് നമ്മുടെ രാജ്യമല്ലേ, നമ്മുടെ എത്രയോ ധീര ജവാന്മാര് ജീവത്യാഗം ചെയ്ത് നേടിയെടുത്ത്. അന്ന് അവർക്ക് ബംഗ്ലാദേശിന്റെ ജനതയ്ക്ക് എത്രയോ വലിയ ആരാധ്യ പുരുഷന്മാരായിരുന്നു ജനറൽ അറോറയൊക്കെ. ഞാൻ ഓർക്കുകയാണ്, അവിടെ ബംഗ്ലാദേശ് പുതിയ രാജ്യം രൂപം കൊണ്ട് അതിന്റെ തലസ്ഥാനത്ത് ദേശീയപതാക ഉയർത്തിയപ്പോൾ ലക്ഷങ്ങളാണ് അന്ന് ഇന്ത്യൻ പടയാളികളെ, ഇന്ത്യൻ പട്ടാളക്കാരെ തോളിലേറ്റി ആഹ്ലാദ നൃത്തം ചെയ്തത്. അത്രമാത്രമായിരുന്നു ഇന്ത്യയോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. നമുക്കറിയാം മുജിബുർ റഹ്മാൻ എന്ന് പറയുന്നത് ശക്തനായ ഭരണാധികാരി, വളരെ സെക്കുലറായ, ഞാൻ മുജിബുർ റഹ്മാനെ വളരെ ആരാധനയോടെ ഞാൻ പറയുന്നത്, വളരെ സെക്കുലറായിട്ടുള്ള ഒരു ഭരണാധികാരി. പക്ഷെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് 4 or 5 വർഷം മാത്രമേ അധികാരത്തിൽ ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ. അദ്ദേഹത്തെ ഭരണത്തിൽ നിന്ന് അട്ടിമറിച്ചുകൊണ്ട് സിയാവുർ റഹ്മാൻ അവിടെ അധികാരം പിടിക്കുന്നു. പിന്നീടുള്ള ബംഗ്ലാദേശിന്റെ ചരിത്രം നമുക്കറിയാം. ഒരു 10-30 വർഷക്കാലം നമ്മൾ ആ പീരീഡാണ് ശ്രദ്ധിക്കേണ്ടത്. 75-ൽ അവാമി ലീഗ് അധികാരത്തിൽ പുറത്താകുന്നു. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ ഈ 2 or 3 ഏകാധിപതികൾ മാറി മാറി അധികാരത്തിൽ വരുന്നു. പിന്നെ ജനാധിപത്യം അവിടെ കൃത്യമായി കശാപ്പ് ചെയ്യപ്പെടുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? വീണ്ടും പാകിസ്ഥാന്റെ ഒരു കീഴിലേക്ക്, വീണ്ടും ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ അവിടെ ശക്തമായി പിന്നെ അവിടെ സ്വാധീനം ഉറപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല അത് 71-ലല്ല, 71-ലെ പാകിസ്ഥാൻ അധിനിവേശ കാലഘട്ടത്തിലല്ല, 1992-ലാണ്. ഞാൻ പറഞ്ഞതുപോലെ ജാതീയ പാർട്ടി മുഹമ്മദ് ഇർഷാദിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ രക്തപ്പുഴ ന്യൂനപക്ഷങ്ങളുടെ പേരിൽ അവിടെ ഒഴുക്കപ്പെട്ടത്. പക്ഷേ ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടെ നമ്മുടെ തസ്ലീമ നസ്രീൻ പറഞ്ഞ കാര്യം എന്താ കറക്റ്റാ. കാരണം എന്തൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, ഈ ബംഗ്ലാദേശിലും ഒരു വലിയ രീതിയിൽ തന്നെ അവിടെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഷെയ്ഖ് ഹസീന വാജിദൊക്കെ വളരെ സെക്കുലറായിട്ട് നിന്നെങ്കിലും അവിടെ വല്ലാണ്ട് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പിടിമുറുക്കി, ഭൂരിപക്ഷം മതാധിഷ്ഠിത ആശയങ്ങൾ പിടിമുറുക്കി. അതുകൊണ്ടാണ് 2009 തൊട്ട് നമ്മൾ ഈ ഷെയ്ഖ് ഹസീനയുടെ ഒരു പതനത്തിലേക്ക് നോക്കിയാൽ, 24-ല് അവരുടെ വീഴ്ചയിലേക്ക് നോക്കിയാൽ, 2009-ൽ അവർ അധികാരത്തിൽ വന്നു, വീണ്ടും അവർ 15 വർഷം വരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? അധികാരത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി അവർ വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള അവരൊരു ഏകാധിപത്യ സ്വഭാവം തന്നെ പ്രകടിപ്പിച്ചുകൊണ്ട്, കാരണം അവിടെ കാണുന്നത് രാജ്യത്ത് മുഴുവൻ ഇതുപോലെ സംഘർഷപരമായി വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് പാകിസ്ഥാൻ ISI പോലെയുള്ള സംഘടനകളൊക്കെ ഇടപെട്ട് അവർ വല്ലാണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയപ്പോൾ എന്ത് ചെയ്തു? അവർ ഏകാധിപതിയായി മാറി.
അവരുടെ സെക്കുലർ പ്രൊവിഷ്യൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അവരുടെ അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന 71 കലാപത്തില് ബംഗ്ലാദേശിലെ ജനതയെ കൂട്ടക്കൊല ചെയ്യാൻ നേതൃത്വം കൊടുത്ത, അല്ലെ ബംഗ്ലാദേശിലെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ ലൈംഗിക അഭയാർത്ഥികളാക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ പട്ടാള മേധാവികളെ ഒന്നൊന്നായ അവർ തൂക്കിലേറ്റി. ജമാഅത്തെ ഇസ്ലാമിയുടെ 4 or 5 ഏറ്റവും പ്രമുഖരായ നേതാക്കളെ വളരെ ബോൾഡായ തീരുമാനമായിരുന്നു ഈ പറയുന്ന ഷെയ്ഖ് ഹസീന വാജിദിന്റെ. പക്ഷെ എന്ത് ചെയ്തു? അവര് ഒരു ഏകാധിപത്യ ശൈലിയിലേക്ക് പോയി. പക്ഷേ സമൂഹം ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ മതാധിഷ്ഠിത രീതിയിലേക്ക്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ രീതിയിൽ വലിയ സ്വാധീനത്തിലേക്ക് അവർ പോയി. അപ്പോഴാണ് അവിടുത്തെ യങ് തലമുറ, ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ വിദ്യാർത്ഥി സമൂഹം ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ധാക്ക സർവകലാശാലകളിൽ ഉൾപ്പെടെ ഇപ്പോൾ അവിടുത്തെ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ചെറുപ്പക്കാരെ പിടിമുറുക്കിയത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇസ്ലാമിക് ഛത്ര ശിബിർ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ്. അപ്പൊ വലിയ സ്വാധീനം ആ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായി. അതാണ് ഈ പറയുന്ന ഈ ഷെയ്ഖ് ഹസീന വാജിദിന്റെ അട്ടിമറിയിലേക്ക് നയിക്കപ്പെട്ടത്. പക്ഷെ ഇനിയും ബംഗ്ലാദേശ് ഒരു തിരിച്ചൊരു വഴിയിലേക്ക് വരാൻ, ഞാൻ പറഞ്ഞത് മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ഒരു ഡമ്മി മാത്രമാണ്, ഒരു തസ്റ്റ് മാത്രമാണ്. അദ്ദേഹം ഇങ്ങനെ ചുമ്മാ അവിടെ ഇരിക്കുന്നതുള്ളൂ, അദ്ദേഹത്തിന് ഒരു റോളും ഇല്ല. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഒരു താലിബാൻ മാതൃകയിൽ ബംഗ്ലാദേശ് മാറി എന്ന് പുറം ലോകത്തെ അറിയിക്കാതിരിക്കാൻ വേണ്ടി മുഹമ്മദ് യൂനസിനെ ഇങ്ങനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവിടെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയാണ് തീവ്ര നിലപാടുകാര് അധികാരത്തിൽ ഇന്ത്യക്ക് അടുത്ത ഒരു വലിയ തലവേദനയായി മാറാൻ പോവുകയാണ് ബംഗ്ലാദേശ് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മളെ ഇതിനെ ഒരു പൂർണ്ണമായ ഒരു മതാധിഷ്ഠിത രീതിയിലൂടെ നമ്മൾ കാണുന്നതിന് ഒപ്പം അധികാരം, പവർ എന്ന് പറയുന്ന കുറെ കൺസെപ്റ്റുകൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഇസ്ലാമിക ഒരു തീവ്ര നിലപാടുകളാണ് ജമാഅത്തെ ഇസ്ലാമി പുലർത്തുന്നതെങ്കിലും അതേ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞത് അഹമ്മദീയര് ഇവിടെ വളരെ ശാന്തമായി, വളരെ സമാധാനപരമായി, വളരെ ഇവിടെ കൊണ്ട് അബ്ദുള്ള പറഞ്ഞതുപോലെ ഖുറാനിലെ ഏറ്റവും നല്ല മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സമുദായമാണ് അഹമ്മദീയർ. പക്ഷെ അഹമ്മദീയർ എത്ര ക്രൂരമായിട്ടാണ് വേട്ടയാടപ്പെടുന്നത്. ഇപ്പോൾ പാകിസ്ഥാന്റെ കാര്യം നമ്മൾ അന്വേഷിക്കണം. അവിടെ അൽതാഫ് ഹുസൈന്റെ മുജാഹിർ ഖ്വാമി മൂവ്മെന്റ് FQM അവിടെ ഈ പറയുന്ന കറാച്ചി പ്രദേശത്ത് എത്ര ക്രൂരമായ വേട്ടയാണെന്നറിയാമോ? അവിടുത്തെ മുഖ്യധാര, ഞാൻ പറഞ്ഞാൽ ഇവിടുത്തെ പവർ ഗ്രൂപ്പുകൾ, എക്സ്ട്രീമിസ്റ്റ് പവർ ഗ്രൂപ്പുകൾ, ഇപ്പോൾ അവരിൽ നിന്ന് അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അൽതാഫ് ഹുസൈനൊക്കെ ഒളിവിലാണ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും എനിക്കറിയില്ല. അവിടെ കറാച്ചിയിലെ അതിശക്തമായ പിന്നെ ഒരു ഗ്രൂപ്പാണ് ഈ പറയുന്ന ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കുടിയേറി വന്നവരാണ് മുജാഹിറുകൾ. ഇവരെ ഇന്നും അവിടെ രണ്ടാംകിട പൗരന്മാരാണ്. അവര് മതത്തിന്റെ പരിവേഷം വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം മുസ്ലിം സമുദായമാണെങ്കിലും എന്താണ് അവര് ഇന്ത്യയിൽ നിന്ന് കുടിയേറി വന്ന ഒരു അഭയാർത്ഥികളായ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പോലും രണ്ടാംകിട പൗരന്മാരായി ക്രൂരമായ വേട്ടകളാണ് അവർ നടത്തുന്നത്. അതിന് സമാനമായി അത്തരം വംശീയ ഹത്യകൾ വ്യാപകമായി നടക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായ കാര്യമാണ്. അത് മാത്രമല്ല പ്രൊഫസർ റോണി കെ ബേബി, അവിടെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്ന ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഈ ദുർഗാപൂജയ്ക്ക് അവസരം നിഷേധിക്കുന്നു, അതുമാത്രമല്ല കോളേജുകളിൽ പോലും അവിടുത്തെ അധ്യാപകർ രാജിവെച്ച് പോകുന്ന, ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത ആളുകൾ രാജിവെച്ച് പോകുന്ന സാഹചര്യം ബംഗ്ലാദേശിൽ നിലവിലുണ്ട്. അത് നമ്മൾ അന്താരാഷ്ട്ര വാർത്തകൾ ശ്രദ്ധിച്ചാൽ അറിയാം. അവിടെ തലപ്പാവ് ധരിക്കാതെ അല്ലെങ്കിൽ മുസ്ലിം ആചാരങ്ങൾ പാലിക്കാതെ ഒരധ്യാപകനും അവിടെ ക്യാമ്പസുകൾ പഠിപ്പിക്കാൻ പോലും എത്താൻ കഴിയാത്ത സാഹചര്യം പോലും ബംഗ്ലാദേശിൽ ഇന്ന് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അതുമാത്രമല്ല ശ്രീ ആർ വി ബാബു, നമ്മൾ ഇപ്പോൾ ആർ വി ബാബുവിലേക്ക് എത്താം. പ്രധാനമായും നമ്മൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ അക്രമങ്ങൾ നടക്കുമ്പോൾ കൃത്യമായി ലോകരാഷ്ട്രങ്ങളുടെ ഒരു ഇടപെടൽ ഈ കാര്യങ്ങളിൽ വേണ്ടതല്ലേ? അത് അത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഭാരതത്തിൻ്റെ സമ്മർദ്ദം ശക്തമായി വരുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ശ്രീ ആർ വി ബാബു, നമുക്ക് ഈ വിഷയത്തിൽ ആഗോള തലത്തിലുള്ള സമ്മർദ്ദം ശക്തമാക്കാൻ ഭാരതം കൃത്യമായി ഇടപെടേണ്ടതല്ലേ? ഇടപെട്ടിട്ടുണ്ട് നരേന്ദ്രമോദി, അത് കൃത്യമായി അത് ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. പിന്നെ ഈ ചർച്ചയ്ക്കിടെ ശ്രീ അബ്ദുള്ള അങ്ങേ ഇസ്ലാം മതത്തിലേക്കൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ വലിയ അടിയൊന്നുമില്ല, നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിലൊക്കെ അടി നടക്കുന്നു, അതുകൊണ്ട് അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. ശ്രീ ആർ വി ബാബു, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം ആർ വി ബാബു. ഹലോ, ശരി. അല്ല, ഞാൻ അതിന് മറുപടി പറയാം. ഇത്തരം മണ്ടത്തരങ്ങളോട് ഞാനെന്ത് മറുപടി പറയാനാണ്? ആദ്യം തന്നെ സ്വന്തം സമുദായങ്ങൾ തമ്മിലടിച്ച് ചാവുകയാണ്, ഇറാനും ഇറാഖും തമ്മിലൊക്കെ. അത് ആദ്യം തീർക്കാൻ പറയുക അദ്ദേഹത്തോട്. തമ്മിലടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നൊടുക്കുകയാണ്. പാകിസ്ഥാനിൽ തന്നെ മുസ്ലിം സമുദായങ്ങൾ തമ്മിൽ കൊന്നൊടുക്കുകയല്ലേ? അപ്പൊ അതുകൊണ്ട് തമ്മിൽ കൊന്നൊടുക്കുന്നത് ആദ്യം അവസാനിപ്പിക്കുക. ഇവിടെ വടക്കേ ഇന്ത്യയിൽ നിങ്ങൾ തമ്മിലുള്ള അടി ഞാൻ പറയില്ല. പ്രാകൃതമായ ആചാരങ്ങൾ അതേപടി പിന്തുടരുന്ന ഈ ഒരു മത സംഹിതയിലേക്ക്
അവിടെ നിന്ന് അതുകൊണ്ടാണല്ലോ ആളുകൾ മുഴുവൻ എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ് പുറത്തു വരുന്നേ. നൂറുകണക്കിന് ആൾക്കാരാണല്ലോ മുസ്ലിം മതം വിട്ട് എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ് പുറത്തു വരുന്നേ. അപ്പൊ അതുകൊണ്ട് അതിനേക്കാൾ ഇരട്ടി അങ്ങോട്ട് വരുന്നുണ്ട് ഇസ്ലാമിലേക്ക് കൊല്ലണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അവരാണല്ലോ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ബംഗ്ലാദേശിന്റെ വിഷയത്തില് അങ്ങേയറ്റം ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. ഇപ്പോ ബംഗ്ലാദേശിലെ ആഭ്യന്തര വകുപ്പിന്റെ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ബംഗ്ലാദേശിലെ ഉന്നതരായിട്ടുള്ള ഹിന്ദു ഉദ്യോഗസ്ഥന്മാരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്കാര്യം ആഭ്യന്തര വകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതെന്തിനാണ്? റേഷ്യൽ പ്രൊഫൈലിംഗ് ആണ് നടക്കുന്നത്. ഈ ടാർഗറ്റ് ചെയ്യേണ്ടത് ആരൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ തക്ക രീതിയിലാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് വന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിരുന്നു. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയും നേരത്തെ ഇവിടെ ശ്രീ റോണി പറഞ്ഞ പോലെ അവരുടെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള റസാക്കർമാർക്ക് കൊടുത്ത അതേ ട്രെയിനിങ്ങോടുകൂടി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വിദ്യാർത്ഥി വിഭാഗമാണ് ഛാത്ര ശിബിർ. അവരുടെ നേതൃത്വത്തിലാണ് ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള സമരം നടത്തുന്നത്. അതിന് എല്ലാവിധ പിന്തുണയും അമേരിക്കയുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോ ഈ ഒരു സാഹചര്യത്തില് ജമാഅത്തെ ഇസ്ലാമിക്ക് സമ്പൂർണമായ ആധിപത്യം ഈ ഗവൺമെന്റിന് മേലിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം പിൻവലിച്ചിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. സമ്പൂർണമായും ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇപ്പോ ബംഗ്ലാദേശിലെ ഭരണം പോകാൻ പോകുന്നത്. ഒരൊറ്റ സെക്കൻഡ് ഇതുകൂടി പൂർത്തീകരിച്ചിട്ട് ഓ അബ്ദുള്ള പറഞ്ഞു, ഇവിടെ RSSകാരെയൊക്കെ പേടിച്ചിരിക്കുകയാണ്, ഞങ്ങള് ഒന്ന് സംഘടിച്ച് തിരിഞ്ഞു നിന്നപ്പോഴേക്കും ഓടിപ്പോയി എന്നൊക്കെ. അതവിടെ നിൽക്കട്ടെ. ആര് ഓടിപ്പോയി എന്തൊക്കെയാ, ഞാൻ അതിനകത്ത് ആര് ഓടിച്ചു ആരെ ഓടിപ്പോയി എന്നുള്ളതിനൊന്നും മറുപടി പറയാൻ തയ്യാറില്ല. പക്ഷേ ഒരു ചെറിയ രാഷ്ട്രം ഒരു ചെറിയ രാഷ്ട്രമാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിന്റെ മുന്നില് ഈ ഇന്നസെന്റ് പറയുന്ന പോലെ എന്നൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്നതാണ് ലോക മുസ്ലിം സമുദായം, ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങള്. ഒരു ഇസ്രായേലിന്റെ മുമ്പില് നേർക്ക് നിന്ന് പോരാടാൻ കരുത്തില്ലാത്ത ആളുകൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് 130 കോടി വരുന്ന ഹിന്ദു സമൂഹത്തിന് നേർക്ക് നിന്നിട്ട് കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ അത് കൊടിച്ചിപ്പട്ടിയുടെ കുറയായിട്ട് മാത്രം. ശ്രീ അബ്ദുള്ള, ഒരു കാര്യം, ഈ ജമാഅത്തെ ഇസ്ലാമി അവിടെ ഭരണത്തിൽ കൃത്യമായ ഇടപെടൽ, ശ്രീ അബ്ദുള്ള, ജമാഅത്തെ ഇസ്ലാമി കൃത്യമായ ഇടപെടൽ നടത്തി അവിടുത്തെ ഭരണത്തെ നിയന്ത്രിച്ചതോടുകൂടിയല്ലേ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വേട്ട അവിടെ ശക്തമായത്? ശ്രീ അബ്ദുള്ള, ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റം പറയാൻ ഒരു അവസരം കിട്ടിയാൽ അതിനെ അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ മാധ്യമ പത്രത്തിൻ്റെ എഡിറ്റർമാരിൽ ഒരാളായിരുന്നു. ഒന്നാം തരം ലേഖനങ്ങൾ ആളുകൾ വായിക്കുന്നത്, ലക്ഷക്കണക്കിന് ആളുകൾ വായിക്കുന്ന ലേഖനം എഴുതിക്കളയുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് പുറത്താക്കിയവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. എനിക്ക് 10-18 വർഷത്തെ ഇതുണ്ടായില്ല അവിടെ സർവീസ്. ഒരു ഉറുപ്പിക എനിക്ക് നഷ്ടപരിഹാരം നൽകുകയോ പെൻഷൻ നൽകുകയോ ഗ്രാറ്റുവിറ്റി നൽകുകയോ ഒന്നും നൽകാതെ തിരിഞ്ഞു നോക്കാതെ അങ്ങോട്ട് പോയി പിടിച്ച് പുറത്താക്കിയവരാ. അതുകൊണ്ട് പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റം പറഞ്ഞപ്പോൾ ശ്രീ അബ്ദുള്ള, ജമാഅത്തെ ഇസ്ലാമിയെ മോശമായ പദം കൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞ RV ബാബുവിനെ അസഭ്യം പറയുകയും ചെയ്തു. ശ്രീ അബ്ദുള്ള, അല്ല, അസഭ്യ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു, ആ വാക്ക് ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ആ വാക്ക് ജമാഅത്തെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി, ശ്രീ അബ്ദുള്ള, നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ശ്രീ അബ്ദുള്ള, ഈ ജമാഅത്തെ ഇസ്ലാമി ഭരണത്തിൽ നിയന്ത്രണം വന്നോടുകൂടിയല്ലേ അവിടെ ന്യൂനപക്ഷ വേട്ട ശക്തമായത്? ശ്രീ അബ്ദുള്ള, ഉത്തരത്തിലേക്ക് വന്നാൽ. അവിടെ ന്യൂനപക്ഷ വേട്ട ശക്തമായിട്ടില്ല. അപ്പൊ നടക്കണം, ഇതൊന്നും ആയിട്ടില്ല. ഇനിയും ഈ അവിടുത്തെ കലാപം ഒന്നും ആയിട്ടില്ല. ഒരു ഘട്ടം അങ്ങോട്ട് ആയതേ ഉള്ളൂ, നടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നാണോ ശ്രീ അബ്ദുള്ള? കലാപം താങ്കൾ എക്സാഗ്രേറ്റ് ചെയ്ത് പറഞ്ഞ വിചാരിച്ച് കലാപ്പാവോ? അപ്പൊ കലാപം ഇപ്പോൾ പിന്നെ നടക്കുന്നത് എന്താണ്? ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവികമാണ് ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഇല്ല. അല്ല, അതൊരു മരം വീഴുമ്പോ അതിന് ചുറ്റും അന്ന് പറഞ്ഞ മാതിരി, രാജീവ് ഗാന്ധി പറഞ്ഞ മാതിരി സിഖ് കലാപം നടന്നപ്പോൾ രാജീവ് ഗാന്ധി പറഞ്ഞ വാക്ക് ശ്രീ അബ്ദുള്ള കടമെടുക്കുകയാണ്. സിഖുകാരെ കൂട്ടക്കൊല ചെയ്തപ്പോൾ, തലപ്പാവ് വെച്ച സിഖുകാരെ അവരുടെ ശിരസ് ഛേദിച്ചപ്പോൾ രാജീവ് ഗാന്ധി പറഞ്ഞ വാക്കാണ്, ഒരു മരം വീഴുമ്പോൾ അതിൻ്റെ സമീപത്തുള്ളവരൊക്കെ
അതൊക്കെ സ്വാഭാവികമായി തകരുമെന്ന് പറഞ്ഞ് അതേ വാക്ക് കടമെടുക്കുന്ന ശ്രീ ഒ അബ്ദുള്ള, നല്ല നമസ്കാരം. ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ബംഗ്ലാദേശിൽ നടക്കുന്നത് ന്യൂനപക്ഷ വേട്ട തന്നെയാണ്. അവിടുത്തെ ഹൈന്ദവർക്ക് കൃത്യമായി ദുർഗാപൂജ നടത്താൻ പോലും കഴിയാത്ത സാഹചര്യമാണ് അവിടെ നടക്കുന്നത്. എന്തൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചാലും ഈ കലാപം ന്യൂനപക്ഷ വേട്ട തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഈ ചർച്ചയിൽ പങ്കെടുത്തത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ആർ വി ബാബു, അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകൻ ശ്രീ ഒ അബ്ദുള്ള, കോൺഗ്രസ് പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബി. ഈ ചർച്ച വീക്ഷിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഡിബേറ്റ് സമാപിക്കുന്നു. നമസ്തേ.